നമസ്കാരം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 469 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ നൽകിയിരിക്കുന്നത്. ബജറ്റിലെ വകയിരുത്തൽ 679 കോടിയാണ്. രണ്ടാം പിണറായി സർക്കാർ 2900 കോടിയോളം രൂപ കാസ്മിനായി ലഭ്യമാക്കിയിട്ടുണ്ട്. കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ ദരിദ്രരും ദുർബലരുമായ 41.99 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതലയുള്ളത്. 1050 രൂപയാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ള തുക. 18.02 ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം മുഴുവനും സംസ്ഥാനം തന്നെയാണ് വഹിക്കുന്നത്. 23.97 ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിന്റെ 418.80 രൂപയും സംസ്ഥാനം വഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കുടുംബത്തിന്റെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്ര വിഹിതത്തിൽ ഉൾപ്പെടുന്നത്. കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകിയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുകയും ചെയ്യും. ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല. അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഇതിൽ നിന്നും ഈടാക്കുന്നുമില്ല. സേവനം പൂർണ്ണമായും സൗജന്യമായിട്ടാണ് സർക്കാർ നൽകുന്നത്. 197 സർക്കാർ ആശുപത്രികളും 4 കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും 364 സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കുകയും ചെയ്യുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. മരുന്നുകൾ, അനുബന്ധ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടറുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും എന്ന് മന്ത്രി വ്യക്തമാക്കി പറയുന്നുണ്ട്. 25 സ്പെഷ്യാലിറ്റികളിലായി 1667 പാക്കേജുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല LDF സർക്കാർ വിഭാവനം ചെയ്ത 89 പാക്കേജുകളിൽ നിന്നും സൗജന്യം ചികിത്സയും ഇതിൽ നിന്നും ലഭ്യമാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പാക്കേജുകളിൽ ഉൾപ്പെടുത്താത്ത ചികിത്സകൾക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകൾ ഉപയോഗിക്കുകയും ചെയ്യാം. ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് മുതലുള്ള ചികിത്സ സംബന്ധമായ ചെലവും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെ ചികിത്സയ്ക്കുള്ള മരുന്നുകളും ഈ പദ്ധതിയിലൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്നുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലാത്തത് 3 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് 2 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ലഭ്യമാക്കുമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് ചികിത്സ ലഭ്യമാക്കുന്ന എല്ലാ ആശുപത്രിയിലും KBF ആനുകൂല്യവും ലഭ്യമാകുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ പറഞ്ഞു.